വെൽക്കം ടു എഡു ടോക്സ് അറ്റ് KPL. നമസ്കാരം. ഇന്ന് വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ. അക്കാഡമിക് സ്ട്രെസ്, കരിയർ ചോയ്സസ് ആൻഡ് ലൈഫ് സ്കിൽസ് അതെങ്ങനെയാണ് മെന്റൽ ഹെൽത്തുമായിട്ട് കണക്റ്റഡ് എന്ന് നമുക്ക് നോക്കാം. ഐ എം ഡോക്ടർ ഷൈനി ആൻഡ് ഐ ഹെൽപ് സ്റ്റുഡൻസ്, പേരൻസ് ആൻഡ് യങ് അഡൽട്സ് ടു നാവിഗേറ്റ് ത്രൂ ദീസ് ചലഞ്ചസ്. ഇന്ന് നമ്മളെ ഗൈഡ് ചെയ്യുന്നത് ഡോക്ടർ ജോയ്സ് ജി ആണ്. മാം, ഷീ ഈസ് എ ഫേമസ് സൈക്കാട്രിസ്റ്റ് ആൻഡ് ഷീ ഈസ് ദ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ഓഫ് സൈക്കാട്രി ഹിയർ അറ്റ് പുഷ്പേരി മെഡിക്കൽ കോളേജ്. മാമിന്റെ ഡിക്കേഡ്സ് ആയിട്ടുള്ള എക്സ്പെർട്ടൈസും എക്സ്പീരിയൻസും ലെറ്റ്സ് ലേൺ ഫ്രം ഹർ. കുട്ടികളുടെ പേഴ്സണൽ സ്ട്രെസ് ഉണ്ടല്ലോ. ഈ എക്സാമിന്റെ സമയമാകുമ്പോൾ അവർക്ക് ഇൻസോംനിയ, ഉറക്കമില്ലായ്മ, ഷർദിൽ, അങ്ങനെ അതൊക്കെ വെരി വിസിബിൾ സൈൻസ്, ചെറിയ ചെറിയ സൈൻസ് തന്നെ മാം. സോ ദാറ്റ് പേരൻസ് ക്യാൻ ഐഡന്റിഫൈ അവർക്കൊരു മെന്റൽ ഹെൽത്ത് സപ്പോർട്ട് വേണമെന്ന് അറിയണമെങ്കിൽ. നിങ്ങൾ പലപ്പോഴും അവരുടെ ഇമോഷൻസ് അവർക്ക് നേരെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. വലിയവരെ പോലെ ഇമോഷൻസ് റീഡ് ചെയ്യാനുള്ള കഴിവ് പലപ്പോഴും കൊച്ചുകുട്ടികൾക്ക് കുറവായിരിക്കും. അപ്പൊ അവര് പ്രകടിപ്പിക്കുന്നത് അടങ്ങിയിരിക്കാൻ പറ്റായിക, പിരിവിരിപ്പ്, ശ്രദ്ധക്കുറവ്, അല്ലെങ്കിൽ അമിതമായ ദേഷ്യം, പെട്ടെന്ന് ചെറിയ കാര്യങ്ങൾക്ക് വഴക്കുണ്ടാക്കുക, സ്കൂളിൽ പോകാൻ മടി കാണിക്കുക, അങ്ങനെയുള്ള സഡൻ ഒരു ബിഹേവിയർ ചേഞ്ച്, സ്വഭാവ മാറ്റങ്ങളായിരിക്കും പലപ്പോഴും. അല്ലെങ്കിൽ വിശപ്പില്ലായ്മ, എനിക്കൊന്നിനും ഇൻട്രസ്റ്റ് ഇല്ല, ഞാൻ കളിക്കാൻ വരുന്നില്ല, അങ്ങനെയുള്ള ഒരു സഡൻ ആയിട്ടുള്ള ഒരു ബിഹേവിയർ ചേഞ്ച്, സ്വഭാവ മാറ്റങ്ങൾ പലപ്പോഴും ഇതുപോലത്തെ ഒരു സ്ട്രെസ്സിന്റെയോ അല്ലെങ്കിൽ ഒരു ഡിപ്രഷന്റെയോ ഉത്കണ്ഠയുടെയോ ഒക്കെ ഒരു പ്രതിഫലനമായിരിക്കും. സോ അത് ഈ പേരൻസ് ഐഡന്റിഫൈ ചെയ്താൽ അവർ സൈക്കാട്രിസ്റ്റ്. പിന്നെ തീർച്ചയായിട്ടും ഹെൽപ്പ് വേണം. കുഞ്ഞുങ്ങളെ ഒരു സ്കൂൾ പോവാതിരിക്കുക, സ്കൂൾ റെഫ്യൂസൽ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഗുരുതരമായ പ്രശ്നമാണ്. അപ്പൊ അത് ചെറിയ കാരണങ്ങളാവാം, വലിയ കാരണം. അതെ, ഇനിഷ്യലി ഐഡന്റിഫൈ ചെയ്തില്ലെങ്കിൽ, ഞാൻ ആദ്യം നഴ്സറി പോകാനുള്ള മടിയല്ല, അതിനുശേഷം പല കുട്ടികളും 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ ഒക്കെ സ്കൂൾ റിഫ്യൂസൽ ഉണ്ടോ, സ്കൂളിൽ പോകുന്നില്ല. ഒരുപാട് കുട്ടികളുണ്ട് സ്കൂൾ റിഫ്യൂസൽ എന്നാണ് പറയും. അതൊക്കെ ഗുരുതരമായ പ്രശ്നങ്ങളാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ എളുപ്പമല്ല അവരെ തിരിച്ച്. അപ്പൊ അതിനൊക്കെ ഹെൽപ്പ് സീക്ക് ചെയ്യണം. മാം, ഈ പേരൻസിന് തന്നെ ഈ കുട്ടികളെ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അവർക്ക് എന്താണ് ഒരു ടിപ്പ് മാമിന് പറഞ്ഞു കൊടുക്കാനുള്ളത്? ഏതിലോട്ട് കൊണ്ടുവരണമെങ്കിൽ ഗ്രോത്ത് മൈൻഡ് സെറ്റ്, ഒരു റെസിലയൻസോ. റെസിലിയൻസ്, ഓക്കെ. അതിന് നമ്മൾ, ഞാൻ പറഞ്ഞ പോലെ ചെറുപ്പത്തിൽ തൊട്ടേ ഒരു ചെറിയ പ്രതിസന്ധികൾ നേരിടാനും, നമ്മുടെ റിയാലിറ്റി ഇതാണ്, നമുക്ക് പൈസ ഇല്ല, നമുക്ക് ഇതേ പറ്റൂ. പക്ഷെ ഇതിൽ നിന്ന് നമ്മളൊരു പ്രതിസന്ധി നേരിടാനുള്ള കഴിവ്, കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും, പിള്ളേര് ഫേസ് ചെയ്യട്ടെ നമ്മളോടൊപ്പം. അല്ലാതെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ കുഞ്ഞിനെ അറിയിക്കില്ല. കുഞ്ഞിനെ അറിയിക്കണം. നമ്മുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും അറിഞ്ഞു വളരണം. കഷ്ടപ്പാടുകളിൽ കൂടി വന്നിട്ട് ഈ കുരുത്തത് വെയിലത്ത് പാടില്ല എന്ന് പറയുന്ന പോലെ നമ്മൾ പ്രശ്നങ്ങളിൽ കൂടി കുഞ്ഞുങ്ങളെ, അവരുടെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ അതെങ്ങനെ നേരിടാം. അല്ലെങ്കിൽ ക്ലാസ്സിൽ എന്നെ വഴക്ക് പറഞ്ഞ് എന്നെ പുറത്ത് നിർത്തി, ഞാനത് നേരിടും. അടുത്ത ദിവസം ഞാൻ ടീച്ചറിനോട് സോറി പറയും. സോ പ്രശ്നം പോസിറ്റീവായിട്ട് നേരിടാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക, അല്ല പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടാനല്ല. ശരിക്കും പേരൻസിന്റെ ട്രെയിനിങ് ഒരു നഴ്സറി ക്ലാസ്സിലെ പേരൻസിനാണ് വേണ്ടത്. നമ്മളെ പലപ്പോഴും പേരൻസ് ട്രെയിനിങ്ങിന് വിളിക്കും, ഡിഗ്രിക്കും വലിയ കുഞ്ഞുങ്ങളുടെ. അപ്പം ഒരു പ്രാവശ്യം ഒരു നഴ്സറി സ്കൂൾ LKG UKGയുടെ പ്രോഗ്രാമിൽ എന്നെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു, നിങ്ങളെയാണ് എനിക്ക് വേണ്ടത്. കൊച്ച് LKG അല്ലെങ്കിൽ 3 വയസ്സുള്ള കുട്ടികളുടെ പേരൻസിനെയാണ് എനിക്ക് വേണ്ടത്. കാരണം അവിടെ പേരന്റിങ് സ്റ്റാർട്ട് ചെയ്യും. അവിടെ അതിലും ചെറുപ്പത്തിലാണ് പേരന്റിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഐഡിയലി. അല്ലാതെ ഡിഗ്രിക്ക് പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ പേരൻസിനെ അവർ ഓൾറെഡി പേഴ്സണാലിറ്റി ഫോം ചെയ്ത് കഴിയുന്നില്ല. അപ്പൊ നമുക്ക് പോളിഷ് ചെയ്യാനും മോഡിഫൈ ചെയ്യാനും കഴിയുന്നത് കൊച്ചു കുഞ്ഞിലേ തൊട്ടാണ്. മാം പറഞ്ഞില്ല അതിന് മുമ്പേ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പേരന്റിങ്. അതെവിടെ മാം? അത് ശരിക്കും ഐഡിയലി ഞാൻ പറയുന്നത് ഒരു അമ്മ പ്രഗ്നന്റ് ആയിരിക്കുമ്പോഴോ അല്ലെങ്കിൽ കുഞ്ഞുണ്ടാകുന്നതിന് മുമ്പ് തന്നെ. കാരണം ഒരു 6 മാസമായ കുഞ്ഞിന് പോലും അമ്മയുടെ ഒരു നോട്ടവും ഒരു ഇമോഷനും സെൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ ഐഡിയലി നമ്മളൊരു പേരന്റിങ് ട്രെയിനിങ് വേണ്ട എപ്പോഴാന്ന് ചോദിച്ചാല് പ്ലാനിങ് ബിഫോർ പ്രഗ്നൻസി ഓർ ഡ്യൂറിങ് പ്രഗ്നൻസി തന്നെ വേണമെന്നാണ് എന്റെ അഭിപ്രായം. സോ മാം പറയുന്നത് കെയർ, ലവ്, പിന്നെ അഫെക്ഷൻ, ഇമോഷൻ എല്ലാം ലിങ്ക്ഡ് ആണ്. 0 to 2 years 2 വയസ്സ് വരെ ബ്രെയിനകത്ത് റാപ്പിഡ് ചേഞ്ചസ് ആണ്. അപ്പൊ നമ്മൾ ഓർക്കും എങ്ങനെ വളർത്തിയാലും ബ്രെയിൻ ഒരുപോലെ ഡെവലപ്പ് ചെയ്യല്ല. എൻവയോൺമെന്റ് ഭയങ്കര പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷൻ എന്നൊക്കെ പറയും. എൻവയോൺമെന്റിന് ജീനിൽ തന്നെ ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റും. പറ്റും. നമ്മൾ ജനിച്ച അച്ഛനും അമ്മയുടെ ജീനാണെങ്കിൽ പോലും ഈ ഡയമണ്ട് ഒക്കെ പൂശിയെടുക്കണ പോലെ ഇരിക്കുമല്ലോ അതിന്റെ തിളക്കം. അതുപോലെ നമ്മുടെ ബ്രെയിനിനെയും കുട്ടികളുടെ സ്വഭാവത്തെയും മനസ്സിനെയും പോളിഷ് ചെയ്യാൻ പറ്റും. പേരൻസ് വിചാരിക്കുന്നത് നല്ല സന്തോഷവും കുറെ കളിപ്പാട്ടവും കുറെ ഫുഡും ഒക്കെ കൊടുക്കുന്ന പേരൻസ് അങ്ങ് തീറ്റിച്ചു വിടുക. അതല്ല, അവർക്ക് എൻവയോൺമെന്റും ഇമോഷനും കൊടുക്കേണ്ടത് എങ്ങനെയാണ് അവരെ പോസിറ്റീവായിട്ട് വളർത്തുന്ന ട്രെയിനിങ് ഒരു ബിഫോർ പ്രഗ്നൻസി തന്നെ തുടങ്ങണം എന്നാണ് എന്റെ അഭിപ്രായം. സോ ഇത്ര ഏർലി ആണ് പേരന്റിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും പലപ്പോഴും പേരന്റിംഗ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെ വിചാരം സ്കൂൾ കുട്ടികൾ അല്ലെങ്കിൽ കോളേജ് കുട്ടികളുടെ പേരൻസിന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓൾറെഡി ഫോം ചെയ്ത് കഴിഞ്ഞു.
Okay, ma'am. So it should start early, as early Very as as possible. early as possible. Blind careers ഉള്ള സ്റ്റുഡൻസ്, അഡൽട്സ്, ആൻഡ് ഈവൻ കരിയർ ബേൺ ഔട്ട് ആയ യങ് അഡൽട്സ്, മാം അവരുടെ ഒരു മെന്റൽ ഹെൽത്തുമായിട്ടുള്ള അവരുടെ ഒരു കണക്ഷൻ മാമിന്റെ ടേക്ക് എന്താണ്? ലൈക്ക് ഒരു സെക്കൻഡ് ഓപ്ഷന് വേണ്ടിയുള്ള ഒരു ചേഞ്ച് ഇൻ കരിയർ, അതിനെ കുറിച്ച് മാമിന്റെ അഭിപ്രായം? നമുക്ക് പലപ്പോഴും എല്ലാവരും പറയും വെസ്റ്റേൺ കൺട്രീസിലാണ് എനിക്ക് കരിയർ വേണ്ടെന്ന് വെക്കാൻ, ബേൺ ഔട്ട് ഇല്ല എന്നൊക്കെ പറയും. പക്ഷെ നമുക്ക് ഇന്ത്യയിലും ചിന്തിക്കാവുന്നതാണ്. നമ്മുടെ രാജ്യത്ത് നമുക്ക് ഉള്ള ഓപ്ഷൻ വെച്ച് മെഡിക്കൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ്, പക്ക ഒരു എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യേണ്ട, പക്ക ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യേണ്ട, എനിക്ക് അതിലെ മാനേജ്മെന്റിലോട്ട് തിരിയാം. മെഡിക്കൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്, ഒരുപാട് മാനേജ്മെന്റ് സ്കില്ലിലോട്ട് ആ നോളജ്, ഡോക്ടർ എന്ന MBBS നോളജ് എനിക്ക് അതിന് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മുടെ ഫീൽഡിൽ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഏരിയയിലോട്ട് നമ്മൾ പക്ക ഡിഫൈൻ ചെയ്ത ഏരിയ മാറ്റി പിടിച്ചാൽ തന്നെ നമ്മുടെ ബേൺ ഔട്ടോ സ്ട്രെസ്സോ കുറയ്ക്കാം. എനിക്ക് അതുപോലെ ഒരുപാട് രംഗങ്ങളിലോട്ട് ഇപ്പൊ NGO സോഷ്യൽ രംഗങ്ങളിൽ വർക്ക് ചെയ്യുന്ന, അതുപോലെ അവനവന്റെ ഫീൽഡും അടുത്തു എന്നും ബേൺ ഔട്ട് ആയി എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ നല്ല രീതിയിലോട്ട് ചാനൽ ചെയ്യുന്ന ആൾക്കാരെ അറിയാം. അപ്പൊ നമുക്ക് അവസരങ്ങളുണ്ട്. നമ്മൾ നമ്മുടെ പെർസെപ്ഷൻ, നമ്മുടെ ആംഗിൾ ഒന്നും മാറ്റി, ചിന്താഗതി ഒന്നും മാറ്റി. ഇന്നത്തെ കാലത്ത് ഒത്തിരി കരിയേഴ്സും ഉണ്ടല്ലോ, ഇഷ്ടം പോലെ ഉണ്ട്. ഇതിനായിട്ടോ ഏത് രീതിയിൽ വീട്ടിലിരുന്ന് തന്നെ ചെയ്യാവുന്ന കരിയേഴ്സ് ഉണ്ട്. അല്ലെങ്കിൽ നമുക്കൊരു ബ്രേക്ക് എടുക്കാം, സ്റ്റേക്കേഷൻ, അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. നമ്മുടെ നാട്ടിൽ വളരെ ചീപ്പായിട്ട് ഞാൻ നോക്കിയിട്ട് സ്റ്റേക്കേഷൻ ഒക്കെ ചെയ്യാം. വളരെ ചീപ്പായിട്ട് കോട്ടേജ് ഒക്കെ എടുത്ത് താമസിച്ച് നല്ല സ്ഥലങ്ങളിലൊക്കെ ഇരുന്ന് ജോലി ചെയ്യുക, അങ്ങനെയൊക്കെ ഒരു സൊസൈറ്റി ആയിട്ട് മിങ്കിൾ ചെയ്ത് ജോലി ചെയ്യുക, അങ്ങനെയൊക്കെ ഒത്തിരി ഓപ്ഷൻസ് ഇപ്പൊ കൊടുക്കുന്നുണ്ട്. ഇന്ത്യയിലെ അവസരങ്ങൾ നമ്മൾ അന്വേഷിക്കാഞ്ഞിട്ടാ ഞാൻ പറയുന്നത്. കരിയർ ബേൺ ഔട്ടോ മിസ്അലൈൻമെന്റ് ഉണ്ടെങ്കിൽ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവസരങ്ങൾ നമ്മളെ തേടി വരും. നമ്മൾ പലപ്പോഴും കുഞ്ഞുങ്ങളുടെ ഒരു വിചാരം എന്ന് വെച്ചാൽ എനിക്ക് ജോലിയില്ല, തൊഴിലില്ല, ആരോ ഇങ്ങോട്ട് കയ്യിലോട്ട് കൊണ്ട് തൊഴിൽ തരണം എന്നാ. ആ കൺസെപ്റ്റ് തന്നെ നമ്മൾ മാറ്റണം. നമ്മൾ അങ്ങോട്ട് ചെന്ന് തൊഴിൽ കണ്ടുപിടിക്കണം. ഇഷ്ടം പോലെ തൊഴിലുണ്ട്. മിക്ക കുട്ടികൾക്കും അവർക്ക് സ്കിൽസ് ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷെ മോസ്റ്റ് ഓഫ് ദ വിൽ സേ അവർ ലോൺലിയാ, അവർക്ക് മൂഡ് ശരിയല്ല, ഐ എം നോട്ട് ഫീലിംഗ് ഗുഡ് എന്നൊക്കെ പറയുന്നുണ്ട്. മാം ഇങ്ങനത്തെ ഒക്കെ ഒരു സിറ്റുവേഷനിൽ എന്നാണ് മാമിന്റെ ടേക്ക്? കുഞ്ഞുങ്ങളുടെ ഒരു മൈൻഡ്ഫുൾനെസ് ബെറ്റർ ആക്കാൻ വേണ്ടി എന്നാണ് പേരന്റ്സ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ടീച്ചേഴ്സ് ചെയ്യേണ്ടത്? ചോദിച്ച ചോദ്യം വളരെ അർത്ഥവത്താണ്. കാരണം പല കുഞ്ഞുങ്ങളും ഒരുപാട് വലിയ വലിയ കോഴ്സിനും അല്ലെങ്കിൽ വലിയ വലിയ വിദ്യാഭ്യാസ രംഗത്തൊക്കെ ഉള്ള കുട്ടികൾ എല്ലാവരും പറയുന്നത് ഞങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് തൃപ്തിയില്ല, സ്ട്രെസ്സാണ്. അപ്പൊ അവർക്കൊരു ലൈഫ് സ്കിൽ, ജീവന കല, അവർ പഠിക്കുന്നുണ്ട്, വിദ്യാഭ്യാസം ചെയ്യുന്നുണ്ട്, പാസ്സാവുന്നുണ്ട്, പരീക്ഷ ചെയ്യുന്നുണ്ട്, പക്ഷെ അവർ ജീവിക്കാൻ അറിയില്ല. ഒരു സന്തോഷത്തോടെ അല്ലെങ്കിൽ ഒരു മൈൻഡ്ഫുൾ ആയിട്ട്, ഹാപ്പി ആയിട്ട്, സാറ്റിസ്ഫാക്ഷനോടെ ജീവിക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മളത് എനിക്ക് തോന്നുന്ന പേരന്റൽ റോളിലുള്ള ടീച്ചേഴ്സ്, കൗൺസിലേഴ്സ് അവർക്ക് ചാൻസ് കൊടുക്കാഞ്ഞിട്ടായിരിക്കും. ജീവിക്കാൻ, അവരെ പഠിപ്പിക്കാൻ നമ്മൾ അവസരങ്ങൾ കൊടുക്കുന്നില്ല. എത്രത്തോളം നല്ല ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്സ് അല്ലെങ്കിൽ നല്ല ഗ്രൂപ്പ്സ് അത് എൻകറേജ് ചെയ്യുമോ മാം? തീർച്ചയായിട്ടും നമുക്കത് കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിൽ തൊട്ടേ നല്ല റിലേഷൻഷിപ്പ്, നല്ല ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ്, നല്ല കസിൻസ്, നല്ല റിലേറ്റീവ്സ്, നല്ല നെയ്ബേഴ്സ്, അങ്ങനെ ഒരു സർക്കിൾ ഓഫ് ഒത്തിരി പേര് എന്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ഫീല് വരുത്താൻ തീർച്ചയായിട്ടും ടീച്ചർ സ്റ്റുഡന്റ് റിലേഷൻഷിപ്പ് തന്നെ വളരെ സ്ട്രോങ് ആക്കിയാൽ കുട്ടികൾക്ക്, അല്ലെങ്കിൽ എനിക്ക് വന്ന് തുറന്നു പറയാൻ ഒരു ടീച്ചറുണ്ട്, അതൊക്കെ വളരെ നല്ലൊരു കാര്യമാണ്. കുട്ടി സ്കൂളിൽ ചെയ്യാവുന്നതാണ്. പക്ഷെ എത്ര കണ്ട് നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ എല്ലാ കുട്ടികളെ ഒരുപോലെ കാണാനും, വിദ്യാഭ്യാസം മാത്രമല്ല, പക്ഷെ ഒരുപാട് ക്വാളിറ്റികളുള്ള കുട്ടികൾ ചിലപ്പോൾ പഠിത്തത്തിൽ മോശമായിരിക്കാം, പക്ഷെ അവരെ നമ്മൾ ഇതുപോലെ താങ്ങി നിർത്തിയാൽ അവരൊത്തിരി സമൂഹത്തിന് വിലമതിക്കുന്ന സംഭാവനകൾ ചെയ്യാൻ കഴിവുള്ള കുട്ടികൾ. സ്ക്രീൻ ടൈമിനെ കുറിച്ച് മാമിന്റെ അഭിപ്രായം? ഇപ്പൊ കുട്ടികളാണെങ്കിലും പേരന്റ്സ് ആണെങ്കിലും ദേ ആർ ഗ്ലൂഡ് ടു ദ സ്ക്രീൻസ്. ഈ സ്ക്രീൻ ടൈം കാരണം കുഞ്ഞുങ്ങളുടെ ആണെങ്കിൽ അവരുടെ ആ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്ന സമയമല്ലേ, സോ ആ സ്ക്രീൻ ടൈം കാരണം അവരുടെ ഇമോഷണൽ ബാലൻസ്, അവരുടെ കോൺസെൻട്രേഷൻ, അതൊക്കെ എത്ര എഫക്റ്റഡ് ആവുന്നു മാം? മാനസികാരോഗ്യ രംഗത്ത് ഒരു മൊബൈൽ അല്ലെങ്കിൽ ഇന്റർനെറ്റ് ഗെയിമിംഗ് ഡിപ്പെൻഡൻസ് തന്നെ ഒരു രോഗമായിട്ട് അറിയപ്പെടുന്ന, രോഗമായിട്ട് ക്ലാസിഫൈ ചെയ്ത ഒരു അവസ്ഥാവിശേഷത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ലൈക്ക് അഡിക്ഷൻ അത് മൊബൈൽ, ഇന്റർനെറ്റ്, മീഡിയ ഡിപ്പെൻഡൻസ് ഓർ അഡിക്ഷൻ എന്നൊരു അസുഖം തന്നെ ഡിഫൈൻ ചെയ്ത് ആ ക്ലാസിഫിക്കേഷനിൽ ഇൻക്ലൂഡ് ചെയ്ത ഒരു അവസ്ഥാവിശേഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷെ എനിക്ക് പറയാനുള്ള, ഒരു 2000-ന് ശേഷം ജനിച്ച കുട്ടികള് സ്ക്രീൻ മൊബൈൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സെറ്റ് ആണ് അവരുടെ മൈൻഡ്, അവരുടെ ആക്ടിവിറ്റീസും അവരുടെ ബ്രെയിൻ ഒക്കെ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അവർക്ക് ഒരുപാട് പ്രൊഡക്ടിവിറ്റി സ്കില്ലുണ്ട് നമ്മളെക്കാളൊക്കെ, പക്ഷെ നമ്മളത് യൂട്ടിലൈസ് ചെയ്യുന്നില്ല. നമ്മളത് നല്ല രീതിയിൽ തിരിച്ചു വിട്ടാല് ഈ സ്ക്രീൻ ടൈം തന്നെ നമുക്ക് എത്ര ഫ്രൂട്ട്ഫുൾ ആയിട്ട് സമൂഹത്തിനും അല്ലെങ്കിൽ വേറെ വിദ്യാഭ്യാസത്തിനും അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ വെച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒരു കലാമിറ്റി വന്നപ്പം ഈ സ്ക്രീൻ തന്നെ വെച്ച് കുട്ടികൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു. ഞാൻ പറയാം, ഇവിടെ തിരുവല്ലയുടെ പ്രദേശം എല്ലാം ഫ്ലഡിലായിരുന്നു. അപ്പം ഒരുപാട് വീടുകൾ ഐസൊലേറ്റഡ് ആയി പോയി, പ്രത്യേകിച്ച് NRI കുടുംബങ്ങളൊക്കെയുള്ള പേരൻസ് ഒക്കെ ഐസൊലേറ്റഡ് ആയി പോയി. അപ്പം നമ്മൾ എയർ ലിഫ്റ്റ് കോർഡിനേറ്റ് ചെയ്ത് മൊത്തം ഈ
മൊബൈലിൽ കൂടി ഒരു ഗ്രൂപ്പ് ഓഫ് യങ്സ്റ്റേഴ്സ്, ഈവൻ ഫിലിം സ്റ്റാർസ് വരെ അതിൽ ഇൻക്ലൂഡഡ് ആ. അവർ എയർലിഫ്റ്റ് കോർഡിനേറ്റ് ചെയ്ത് ഞങ്ങൾ ഐസൊലേറ്റ് ചെയ്ത് പറയും ഇന്ന സ്ഥലങ്ങളിൽ ഫുഡില്ല, ഒരു ഫുഡ് ഡ്രോപ്പ് ചെയ്തു. അപ്പൊ ഞങ്ങളൊക്കെ വിറ്റ്നസ് ആണ്. അപ്പൊ എയർലിഫ്റ്റ് വരെ, അപ്പൊ എന്തെല്ലാം കാര്യങ്ങൾ ഈ സ്ക്രീൻ വഴി ഇവർക്ക് കോർഡിനേറ്റ് ചെയ്യാം. ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉള്ളപ്പോ പറയാനില്ല. അതുപോലെ വിദ്യാഭ്യാസപര രംഗമായും പൊതുജനത്തിന് ബാക്കി എല്ലാ സാമൂഹിക പ്രവർത്തനങ്ങൾക്കും എല്ലാം ഈ സ്ക്രീൻ യൂസ് ചെയ്യാം. പക്ഷെ അത് നല്ലതായിട്ടുള്ള രീതിയിലോട്ട് നമ്മൾ തിരിച്ചു വിടുന്നില്ല. സർട്ടൺ പീരീഡ് ഓഫ് 4 മണിക്കൂർ ഒരു 3 മണിക്കൂറിൽ കൂടുതൽ സ്ക്രീൻ ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും ഒരു ഡിപ്പെൻഡൻസ് ആണ്. അതൊരു അസുഖമാണ്, ഒരു അഡിക്ഷൻ ആണ്. പക്ഷെ അത് ഫ്രൂട്ട്ഫുൾ ആയിട്ട് നമ്മൾ തിരിച്ചുവിടാൻ വേദികൾ ഉണ്ടാക്കിയാൽ പല കുഞ്ഞുങ്ങളും ഈ സ്ക്രീൻ ടൈം. സോ ആക്ച്വലി ടെക്നോളജിയിൽ തന്നെ ഗുഡും ബാഡും ഉണ്ട്. നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക, നമ്മൾ ചെറുപ്പത്തിലേ അതിനെ പ്രോപ്പർ ചാനലിലോട്ട് തിരിച്ചുവിടുക. അത് തിരിച്ചുവിടാൻ പറ്റായ്മയാണ് കുഞ്ഞുങ്ങളെ ഈ ഒരു അവസ്ഥാവിശേഷത്തിലോട്ട് നയിക്കുന്നത്. നമ്മൾ അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. പേരന്റൽ സപ്പോർട്ട് ഉണ്ട്, സൊസൈറ്റിയൽ സപ്പോർട്ട് ഉണ്ട്. പക്ഷേ ചില കേസസിൽ തീർച്ചയായിട്ടും മാം ഐ ബിലീവ് ദാറ്റ് ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് വേണം. സോ അങ്ങനെയുള്ള കേസിൽ മാം വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സൈക്കാട്രിസ്റ്റ്, സൈക്കോതെറാപ്പിസ്റ്റ്, സൈക്കോളജിസ്റ്റ് ആൻഡ് എ കൗൺസിലർ? ആൻഡ് അവരെങ്ങനെയാണ് മാം ഡിസൈഡ് ചെയ്യേണ്ട ആരെയാണ് കാണേണ്ടതെന്ന്? തീർച്ചയായിട്ടും ഒരു വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ്. പലപ്പോഴും നമ്മളോട് ചോദിക്കാറുണ്ട്. പ്രൊഫഷണൽസിന് പോലും അറിയില്ല ആരാണ് സൈക്കോളജിസ്റ്റ്, ആരാണ് സൈക്കാട്രിസ്റ്റ്. അപ്പൊ സൈക്കാട്രിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു മെഡിക്കൽ ഡോക്ടറാണ്. അതായത് MBBS ബേസിക് MBBS കഴിഞ്ഞിട്ട് MD സൈക്കാട്രിസ്റ്റ് സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരാളാണ് സൈക്കാട്രിസ്റ്റ്. മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യാം. വേറെ ആർക്കും മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യാനുള്ള ഒരു ലൈസൻസ് ഇല്ല. അപ്പൊ സൈക്കാട്രിസ്റ്റിന് മെഡിസിൻ പ്രിസ്ക്രൈബ്, അതോടുകൂടി എല്ലാ തെറാപ്പിയും സൈക്കാട്രിസ്റ്റ് നമ്മുടെ MD സൈക്കാട്രിയുടെ ഉള്ളില് സൈക്കോളജി ഒരു പേപ്പറാണ്. നാച്ചുറലി സൈക്കോതെറാപ്പിയും ട്രെയിൻഡ് ആണ്. അപ്പൊ മാം പറയുന്നത് സൈക്കാട്രിസ്റ്റ് ഇസ് ഓൾസോ എ സൈക്കോളജിസ്റ്റ്. ഡെഫിനറ്റ്ലി hierarchy wise psychiatrist is a psychologist, psychotherapist, and a medical doctor. ബട്ട് നമുക്കിപ്പം പേഷ്യൻസ് അറിയാം. നമ്മുടെ ഇതിൽ സൈക്കാട്രിസ്റ്റ് നമ്പർ കുറവായതുകൊണ്ട് തന്നെ നമുക്ക് 40-50 പേഷ്യൻസിനെ കാണേണ്ട വരാനുണ്ട് ദിവസം. അപ്പൊ നമുക്ക് നാച്ചുറലി ടൈം അല്ലെ ഒരു തെറാപ്പിക്കും അല്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങിനൊക്കെ എടുക്കാനുള്ള ടൈം പലപ്പോഴും നമുക്ക് കിട്ടാറില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അതുപോലെ നമുക്ക് ട്രെയിൻ സൈക്കോളജിസ്റ്റ് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് സൈക്കോളജിസ്റ്റിന് റെഫർ ചെയ്യാറുണ്ട്. നമ്മൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ രണ്ടാമത് സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു MSc or MA ക്ലിനിക്കൽ സൈക്കോളജിക്ക് ശേഷം ഒരു MPhil ക്ലിനിക്കൽ സൈക്കോളജി കഴിഞ്ഞവരാണ് നിലവിൽ സൈക്കോളജിസ്റ്റ്, പ്രൊഫഷണൽ ലൈസൻസ് ഉള്ള സൈക്കോളജിസ്റ്റ്. അപ്പൊ അവര് സൈക്കോതെറാപ്പിസ്റ്റ് എന്ന് പറഞ്ഞാലും സൈക്കോളജിസ്റ്റിന്റെ ഒരു ഭാഗം തന്നെയാണ്. പേഷ്യന്റ് വരേണ്ടത് ഇപ്പൊ ആരുടെ അടുത്താണെന്ന് ചോദിച്ചാൽ ടു സ്റ്റാർട്ട് വിത്ത് മനസ്സും ശരീരവും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ശരീരത്തിന്റെ പല രോഗങ്ങൾ, ഉദാഹരണത്തിന് തൈറോയിഡിന്റെ രോഗം കൊണ്ടോ അല്ലെങ്കിൽ തലച്ചോറിലെ മറ്റു ചില അവസ്ഥകൾ കൊണ്ടൊക്കെ നമുക്ക് വിഷാദമോ ഉത്കണ്ഠ രോഗമോ ഒക്കെ വരാം. ഡിപ്രഷനോ ആൻസൈറ്റി എല്ലാം വരാം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇനിഷ്യലി ഒരു ആദ്യമായിട്ടൊരു മാനസിക പ്രശ്നങ്ങളോ ഒരു ഇമോഷണൽ പ്രോബ്ലമോ കണ്ടാല് ഒരു സൈക്കാട്രിസ്റ്റിനെ കണ്ട് സ്ക്രീൻ ചെയ്യുന്ന ഉചിതമായിരിക്കും. കാരണം ഒരു തൈറോയിഡ് അസസ്മെന്റും ജനറൽ ഒരു അസസ്മെന്റ് ഒക്കെ ചെയ്ത് നമുക്ക് ബ്രെയിനിന് വേറെ വല്ല രോഗങ്ങളുണ്ടോ എന്ന് കണ്ടെത്തി അതിന് ശേഷം കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ തന്നെ പല ഗ്രേഡ് ഉണ്ട്. സിവിയർ ഡിപ്രഷൻ നമ്മൾ എത്ര സൈക്കോതെറാപ്പിയോ കൗൺസിലിങ്ങോ ചെയ്തിട്ട് കാര്യമില്ല, മെഡിസിൻ തന്നെ വേണം, സൈക്കാട്രിസ്റ്റ് വേണം. കാരണം അവരുടെ മൂഡ് ലിഫ്റ്റ് ചെയ്യുന്ന മോളിക്യൂള് മെഡിസിൻ കിട്ടിയേ തീരും. കാരണം നമുക്ക് ഹാപ്പിനെസ് തരുന്ന ഒരു കെമിക്കൽസിന്റെ കുറവ് കൊണ്ടാണ് ഡിപ്രഷൻ വരുന്നത്. അപ്പം കാരണം എന്തായാലും നമുക്ക് ആ ഹോർമോൺ സപ്ലൈ ചെയ്തേ അല്ലെങ്കിൽ കെമിക്കൽ സപ്ലൈ ചെയ്തേ പറ്റും. പക്ഷെ ഒരു മൈൽഡ് ഡിപ്രഷൻ ആണെങ്കിൽ ഒരു പക്ഷേ സൈക്കോതെറാപ്പിയോ കൗൺസിലിങ്ങോ കൊണ്ട് വളരെ യൂസ്ഫുൾ ആണ് കുട്ടികൾക്കൊക്കെ. അപ്പൊ അത് നമ്മൾ കാറ്റഗറൈസ് ചെയ്യാനും അതിന്റെ കാരണം കണ്ടെത്താനും വേണ്ടി വന്ന് ചികിത്സിക്കാനും ഇപ്പൊ ഒരു സൈക്കാട്രിസ്റ്റിന്റെ നിർദ്ദേശപ്രകാരം നമ്മൾ കൗൺസിലിംഗ് ആണ് ആവശ്യം അല്ലെങ്കിൽ സൈക്കോതെറാപ്പി ആണ് ആവശ്യമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും സൈക്കോളജിസ്റ്റിന്റെ അടുത്തേക്ക്. ഐഡിയലി ഒരു ടീം വർക്കാണ്. നമ്മൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും എതിർപ്പല്ല, ഒരുമിച്ച് ഒരു ടീം വർക്ക് ചെയ്താലാണ് അത് ഉപഭോക്താക്കൾക്ക്, അതായത് നമ്മുടെ രോഗികൾക്കും ജനങ്ങൾക്കും ഗുണം ഉണ്ടാവും. മീൻ ചെയ്യുന്നത് കൺസൾട്ട് സൈക്കാട്രിസ്റ്റ്, എന്നിട്ട് അദ്ദേഹമാണ് ഡിസൈഡ് ചെയ്യുന്നത് മാം ഈ ലൈഫ് ഇറ്റ്സ് ഫുൾ ഓഫ് സ്ട്രെസ്. നഴ്സറി കുട്ടി മുതൽ ഈവൻ വെറ്ററൻ, മാം സജസ്റ്റ് ചെയ്യുന്ന സ്ട്രെസ് ബസ്റ്റേഴ്സ് ഏതൊക്കെയാണ്? സ്ട്രെസ് ബസ്റ്റേഴ്സ് എന്ന് പറയുമ്പം ഒരുപാടുണ്ട്. അതായത് നമ്മളെ ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു സ്ട്രെസ് വരുമ്പോ അതിനെ നേരിടാൻ അല്ലെങ്കിൽ അതിനെ സമചിത്തതയോടെ നേരിടാൻ നമ്മളെ തയ്യാറാക്കുന്ന സംഭവമാണ് സ്ട്രെസ് ബസ്റ്റർ. ഒരുപാടുണ്ട്. ആദ്യം തന്നെ ഒരു ഇമോഷണൽ സ്ട്രോങ് റിലേഷൻഷിപ്സ് എന്ന് ഉദ്ദേശിച്ചാൽ നല്ല ഫ്രണ്ട്ഷിപ്സ്, നല്ല ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ്. ഗ്രൂപ്പ് വേണമെന്നില്ല, 4 3 മതി. നല്ല ഫ്രണ്ട്സ്, എന്തും പറയാൻ പറ്റിയ ഫ്രണ്ട്ഷിപ്പ്, നല്ലൊരു ഫാമിലി, ഒരു ബന്ധുക്കൾ, നല്ല ബന്ധുക്കളായ നല്ല അയൽക്കാർ, നല്ല നെയ്ബേഴ്സ്, അങ്ങനെ ഏതെങ്കിലും മതി. എല്ലാം വേണമെന്നില്ല, എല്ലാവർക്കും കിട്ടത്തില്ല. അപ്പൊ ഏതെങ്കിലും നല്ല സ്ട്രോങ് റിലേഷൻഷിപ്പ് ആണ് ഏറ്റവും നല്ലൊരു റിസോഴ്സ്. സ്ട്രെസ് ബസ്റ്റർ. സ്ട്രെസ് വരുമ്പോ അവരോടൊന്ന് മിണ്ടി അവരുടെ അടുത്ത് സമയം സ്പെൻഡ് ചെയ്ത് നമ്മൾ ഓക്കെ. സോ നല്ലൊരു സ്ട്രെസ് ബസ്റ്റർ. പിന്നെ വേണ്ടത് നമ്മുടെ ഒരു ലിഷർ ടൈം, നമുക്ക് ഇഷ്ടമുള്ള ഒരു ഹോബിയോ
നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്നത്. എനിക്ക് ഇപ്പൊ കുക്കിംഗ് ആ ഇഷ്ടമെങ്കിൽ ഞാൻ എത്ര നേരം കുക്കിങ്ങിന് സമയം കണ്ടെത്തുന്നുണ്ട്. അല്ലെങ്കിൽ എനിക്ക് പാട്ടാ മ്യൂസിക്കാ ഇഷ്ടമെങ്കിൽ ഞാൻ എത്ര നേരം മ്യൂസിക് കേൾക്കുന്നുണ്ട് സ്വസ്ഥമായിട്ട്, ഒരു ശല്യം ഇല്ലാതെ. അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് ഇഷ്ടമുള്ള നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മള് മീ ടൈം ഈസ് വെരി ഇമ്പോർട്ടന്റ്. എന്റെ മനസ്സിന് സന്തോഷം തരുന്നത് എനിക്ക് വേണ്ടി ഞാൻ എത്ര സമയം. ബി എ ഡോക്ടർ ഓഫ് യുവർ സെൽഫ് ഞങ്ങൾ സ്റ്റുഡൻസിനോട് പറയും. അപ്പൊ നമ്മളോട് തന്നെ ഡോക്ടർ ആവാതെ നമ്മൾ ആരെ ചികിത്സിക്കാൻ. അപ്പൊ നമ്മളെ തന്നെ അറിയുക, മോണിറ്റർ ചെയ്യുക, നമുക്ക് ഏതാ സന്തോഷം, അതിനൊരു സമയം. പിന്നെ വേണ്ടത് ഒരു നല്ല ഹെൽത്തി റുട്ടീൻ. ഓക്കെ. ഇപ്പോഴത്തെ ജനറേഷൻ ഒട്ടും ഇല്ല റുട്ടീൻ. എന്ന് വെച്ചാല് വളരെ ലേറ്റ് ആയിട്ട് സ്ലീപ്പ് ചെയ്യുക, ഉച്ചയ്ക്ക് എഴുന്നേൽക്കുക, ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുക. നമ്മുടെ ബ്രെയിൻ ഒരു ബയോളജിക്കൽ ക്ലോക്കാ. അതിൽ ആ സർക്കാഡിയം റിതം ഫോളോ ചെയ്തില്ലെങ്കിൽ തന്നെ നമുക്ക് സ്ട്രെസ്സാണ്. സ്ട്രെസ് വി ആർ വെരി വൾണറബിൾ ടു സ്ട്രെസ്. നമ്മള് ബ്രെയിനിനെ ആ ഒരു റിതം, ആവശ്യ നേരത്ത് ഫുഡ്, ആവശ്യത്തിന് ഒരു 6 hours എങ്കിലും സ്ലീപ്പ്, മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റ്, ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഡെഫിനറ്റ്ലി ഇത് ചെയ്യാത്തവർക്കെല്ലാം വൾണറബിൾ ആണ്. മോർ അക്യുമുലേറ്റ് ചെയ്യാൻ മോർ പ്രോൺ. അവർക്കൊരു ചെറിയ പ്രശ്നം വന്നാൽ അവർ സ്ട്രെസ് ആവാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് ഈ ലൈഫ് റുട്ടീൻ. നമ്മൾ എപ്പോഴും നോക്കിക്കുക, നല്ല റുട്ടീൻ ഉള്ളവര് കുറച്ചുകൂടി എനർജറ്റിക് ആയിരിക്കും, ഹാപ്പി ആയിരിക്കും. ഒരു മോർണിംഗ് റുട്ടീൻ എന്നൊക്കെ പറയും. ഒരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ട് മോർണിംഗ് റുട്ടീൻ. അതായത് കൃത്യസമയത്ത് എഴുന്നേൽക്കുക, ഗാർഡനിൽ സമയം സ്പെൻഡ് ചെയ്യുക, എക്സസൈസ് ചെയ്യുക, കുളിക്കുക, ഡേ ടു ഡേ ആക്റ്റീവ്, അങ്ങനെയൊക്കെ ഉള്ള റുട്ടീൻ ഉള്ളവർക്ക് ലൈഫ് ലോങ്ങിവിറ്റി ഭയങ്കര കൂടുതലായിരിക്കും. ഞാൻ ഈയിടെ കുറെ പഠനങ്ങൾ വായിച്ചു. അപ്പൊ അതുകൊണ്ട് ആ ഒരു റുട്ടീൻ, നമ്മുടെ ഈ അഡിക്വേറ്റ് സ്ലീപ്പ്, അഡിക്വേറ്റ് ബാലൻസ് ഡയറ്റ്, ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ട്രെസ് ബസ്റ്റേഴ്സ് ആണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഫിസിക്കൽ എക്സസൈസ്, യോഗ, ജുംബ, ഇപ്പൊ ഒത്തിരി അവസരങ്ങളുണ്ട് അല്ലെ. ജിം, അല്ലെങ്കിൽ വെറുതെ ഒരു മോർണിംഗ് വാക്ക്, എന്തും നമുക്ക് പറ്റുന്ന തരക്ക് വീടിന് ചുറ്റും 4 പ്രാവശ്യം നടന്നാലും മതി. അല്ലെങ്കിൽ കുഴിച്ച് കുറച്ച് ഗാർഡനിങ് ചെയ്താൽ മതി. നമ്മുടെ ഒരു ഫിസിക്കൽ എനർജി പോകുന്ന, ഒരു വേർക്കുന്ന ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി നല്ലൊരു സ്ട്രെസ് ബസ്റ്റർ. സയൻസ് സയൻസ് ഇതിന്റെ എല്ലാം സയൻസ്. ഇപ്പൊ സ്ട്രെസ് എന്ന് പറയുന്ന നമുക്കൊരു അനുഭവമാണ് നമ്മുടെ ബ്രെയിനിൽ നിന്ന്. അതായത് നമുക്ക് പ്രതിസന്ധി വരുമ്പോൾ നമ്മുടെ ബ്രെയിൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് തോന്നുന്ന ഒരു മാനസിക സംഘർഷത്തെയാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത്. ആ മാനസിക സംഘർഷം ഉണ്ടാക്കുന്നത് ബ്രെയിനിലെ ചില കെമിക്കൽസ് ആണ്. അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ, കുറെ കെമിക്കൽസ് ആണ് നമുക്ക് ഈ സംഘർഷം ഉണ്ടാക്കുന്നത്. അത് നമ്മളെ പ്രതിസന്ധികളിൽ നിന്ന്, ഒരു അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയുള്ളതാ. അതെ, ഫൈറ്റും ഫ്ലൈറ്റും ആണ്. ഒരു പാമ്പ് വന്നു നമ്മൾ ഓടി, ഒരു ഫയർ വന്നു നമ്മൾ അവിടുന്ന് രക്ഷപ്പെട്ടു, ഇതിനൊക്കെ ഉള്ളതാണ്. ഒരു ആക്സിഡന്റ് വന്നു നമ്മൾ അവിടുന്ന് എങ്ങനെ ബ്രേക്ക് ഔട്ട് ചെയ്യാൻ നമ്മൾ അറിയില്ല ചിലപ്പോൾ. അപ്പൊ അതിനു വേണ്ടിയുള്ള, പക്ഷെ അത് എപ്പോഴും പ്രവർത്തിച്ചാല് നമുക്കത് സ്ട്രെസ് ആവും. അപ്പൊ അതിനെ, നമ്മുടെ ബ്രെയിനിനെ ഫൂൾ ചെയ്ത് അതിൽ നിന്ന് ഡിസ്ട്രാക്ട് ചെയ്യുന്നതാണ് ഈ ബസ്റ്റേഴ്സ്. അപ്പൊ ആ ഹോർമോൺസിനെ അല്ലെങ്കിൽ ആ കെമിക്കൽസിനെ കൂടാതെ ബാലൻസ് ചെയ്ത് ബ്രെയിനെ നിർത്തുമ്പോൾ നമ്മൾ ഹാപ്പി ആയി. പക്ഷെ അത് വന്നാൽ നമുക്ക് ആൻഷ്യസ് ആവും, ഉത്കണ്ഠയാവും, പിരിവിരിപ്പാവും, ഇറിറ്റബിലിറ്റി ആവും. അപ്പൊ അത് എപ്പോഴും വേണ്ട, ആപത്ത് വരുമ്പോൾ മാത്രം മതി. അല്ലാത്തപ്പോ അതിനെ ബാലൻസ് ചെയ്ത് നിർത്തണം. അതാണ് സ്ട്രെസ് ബസ്റ്റർ. ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞു. കുറെ കെമിക്കൽസ് ഉണ്ട് ബ്രെയിനിൽ. ഇങ്ങനെ ഞാൻ പറയുന്നത്, നല്ല കൂട്ടുകാര് എക്സസൈസ് ചെയ്യുക, നല്ല കറക്റ്റ് ഫുഡ് കഴിക്കുക, മോർണിംഗ് ഫിസിക്കൽ ആക്ടിവിറ്റി, ഇത്ര ഉണ്ടെങ്കിൽ നമുക്ക് സ്ട്രെസ് വരാനുള്ള സാധ്യത 30% ഒരു 3% ആയി. മാം, സ്കൂൾസ്, കോളേജസ്, അങ്ങനത്തെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഈവൻ ഇൻ വർക്ക് പ്ലേസസ്, അവിടെയൊക്കെ എങ്ങനെ മാം നമ്മുടെ ഈ മെന്റൽ ഹെൽത്ത് വെൽബീങ് അത് എൻകറേജ് ചെയ്യാം? ആൻഡ് മാം, ഞങ്ങളുടെ ഡെന്റൽ വേൾഡില് വി ഹാവ് എ പ്രോട്ടോകോൾ, ലൈക്ക് 6 months ടൈമില് വി ഹാവ് ടു ഗോ ഫോർ എ ഡെന്റൽ ചെക്കപ്പ്. നമ്മുടെ ഒരു മെന്റൽ ഹെൽത്ത് ചെക്കപ്പ്, അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ശരിക്കും ഒരു സൈക്കാട്രിസ്റ്റിന് അല്ലെങ്കിൽ ഒരു മെന്റൽ ഹെൽത്ത് ചെക്കപ്പ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഒരു സ്റ്റിഗ്മ, ഒരു നാണക്കേട് പോലെയുണ്ട്. അതിന് പകരം നമുക്കൊരു എന്താ പറയുക, സെൻസ് ഓഫ് വെൽബീയിങ്, അല്ലെങ്കിൽ ഒരു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ഫോർ ഇമോഷണൽ വെൽബീയിങ് എന്നൊക്കെ പേര് അവയർനെസ്. എന്നിട്ട് നമുക്ക് പല ഗ്രൂപ്പുകളായിട്ട് തിരിച്ച് എല്ലാവരെയും കാണുന്ന ഒരു രീതിയിൽ, ചെറിയ ചെറിയ ഗ്രൂപ്പായിട്ട് ഒരു ഗ്രൂപ്പ് ഡിസ്കഷനോ അല്ലെങ്കിൽ എല്ലാ കുട്ടികൾക്കും ഉപകരിക്കുന്ന രീതിയിൽ 1 in 3 months 6 months ചെയ്താൽ വളരെ നല്ലതായിരിക്കും. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പിയേഴ്സിന്, കുട്ടികൾക്ക് തന്നെ അവരെ ലീഡേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാം. ഇന്ന ആൾക്ക് പ്രോബ്ലം ഉണ്ട്. ഒരു ക്ലാസ്സിൽ പോയി ഒരു 40 കുട്ടികളുണ്ടെങ്കിൽ ഒരു 4 ഗ്രൂപ്പാക്കി അവരെ കാണുക, എല്ലാരെയും കാണുക. ടീച്ചർ അല്ലെങ്കിൽ കൗൺസിലർ ആരായാലും ശരി, അത് വളരെ നല്ലതായിരിക്കും. കുട്ടികളുടെ ചെറിയ ചെറിയ പ്രോബ്ലംസ്, നമ്മൾ ചെറുതെന്ന് തോന്നുന്ന പ്രോബ്ലം കുഞ്ഞുങ്ങൾക്ക് വലുതായിരിക്കും. അപ്പൊ അതൊക്കെ പിക്കപ്പ് ചെയ്യാൻ അങ്ങനത്തെ ഒരു അവയർനെസ് സ്കൂളിലും സ്കൂൾ ടീച്ചേഴ്സിനും മാനസികാരോഗ്യ രംഗത്ത് എല്ലാവർക്കും ചേർന്ന് പ്രവർത്തിച്ചാൽ ഒരുപാട് കുട്ടികൾക്ക്. അപ്പൊ മാം പറയുന്നത് ഈ ലീഡേഴ്സ് തന്നെ മറ്റുള്ള ചെയ്തിട്ട് നമുക്ക് കൗൺസിലേഴ്സിനെ അറിയിച്ചാൽ കൗൺസിലേഴ്സ് നീഡ് ഹെൽപ്പ് വേണമെങ്കിൽ അതുപോലെ നമ്മുടെ മെന്റൽ ഹെൽത്ത് പേഴ്സൺസുമായിട്ട് ലിങ്ക് ചെയ്യാനും ഒക്കെ പറ്റും. മാം, NCRBയുടെ റെക്കോർഡ് അനുസരിച്ച് നമ്മുടെ കേരളമാണ് നമ്പർ 1 ഫോർ സൂയിസൈഡ്സ്, എസ്പെഷ്യലി ബിക്കോസ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്. അതാ ഞാൻ പറയുന്നത്, ഇപ്പൊ ഈ ഒരു 2020 ശേഷം എനിക്ക് തോന്നുന്നത് നമുക്ക് കേരളം എന്നോ ഇന്ത്യ എന്നോ ഒരു ബോർഡർ വേണ്ട ഒരു ജോലിക്ക്, ഈവൻ ട്രീറ്റ്മെന്റിന് പോലും വേണ്ട. സർജറി തന്നെ നമ്മുടെ കേരളത്തിലെ മലയാളി ഡോക്ടേഴ്സ് ദൂരെ ഇരുന്ന് ചെയ്തു ത്രൂ റോബോട്ട്.
ഒരു ജോലിക്കും നമ്മുടെ ഡിസ്റ്റൻസോ ദൂരമോ പരിമിതികൾ ഇല്ലാത്തൊരു കാലഘട്ടമാണ്. അതുപോലെ തന്നെ നമ്മള് ഈ ബേൺഔട്ടും സൂയിസൈഡും ഒക്കെ പറയുന്നത് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന നമ്മൾ വിചാരിക്കുന്ന കാര്യം സാധിക്കണമെന്ന് പലപ്പോഴും വിചാരിച്ചിട്ടാ, അല്ലെങ്കിൽ ആരോ ഇങ്ങോട്ട് കൊണ്ടുപോയി ജോലി തരണമെന്ന് നമ്മൾ വാശി പിടിച്ചിട്ടാ. നമ്മൾ പുറത്തേക്ക് പോയി എന്തുമാത്രം ജോബ് ഓപ്പർച്യൂണിറ്റീസാ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ നമ്മളത് അങ്ങോട്ട് ചെന്ന് കണ്ടുപിടിക്കണം. കുട്ടികളെ നമ്മൾ ചെറുപ്പത്തിലേ ശീലിക്കുന്നത് ജോലി ആരോ തരും, അങ്ങനെ ഒരു ചിന്താഗതിയാണ്. അത് മാറ്റം. അപ്പത്തേക്കും കുട്ടികൾക്ക് ഫ്രസ്ട്രേഷൻ ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്കില്ല, ജോലിയില്ല. പക്ഷെ ജോലി നമ്മൾ അങ്ങോട്ട് ചെന്നാൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ചെറിയ ജോലി ജീവിച്ചു പോയാൽ പോരെ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് വീട്ടുകാരും എടുക്കണം. അല്ലാതെ നമ്മൾ അൾട്ടിമേറ്റ്ലി എന്തിനാ, നമുക്ക് ഫുഡ് കഴിക്കണം, ജീവിക്കണം, സന്തോഷമായി ജീവിക്കണം. ആ ഒരു ചിന്താഗതി ഒക്കെ എനിക്ക് തോന്നുന്നു കുടുംബത്തിൽ നിന്ന് ട്രെയിൻ ചെയ്യിക്കേണ്ടതാണ്. പഴയ പോലെ ഒരുപാട് പൈസ മിച്ചം വെക്കുക അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഉണ്ടാക്കുക എന്നുള്ള കൺസെപ്റ്റ് ഒക്കെ മാറി. അന്നത്തെ കാര്യം നോക്കി ജീവിച്ചു പോകാൻ എനിക്ക് പറ്റുമെങ്കിൽ എനിക്കൊരു ജോലി ചെയ്യാന്നുള്ള ഒരു ചിന്താഗതിയിലോട്ടൊക്കെ കുഞ്ഞുങ്ങൾ വരണം. ഈ സൂയിസൈഡിന്റെ വലിയൊരു കാരണം യങ്സ്റ്റേഴ്സ് സൂയിസൈഡിന്റെ ലോ ഫ്രസ്ട്രേഷൻ ടോളറൻസാ. നമ്മളെ കുഞ്ഞുങ്ങളെ ഫ്രസ്ട്രേഷൻ ടോളറൻസ് വളരെ ലോയാ, ത്രഷോൾഡ് വളരെ കുറവാ. അതായത് ഇപ്പൊ കൊച്ചിലെ എനിക്ക് ഒരു ടോയ് വേണം, ഒരു കളിപ്പാട്ടം വേണം, അത് പേരൻസ് നോ പറയില്ല, വാങ്ങിച്ചു കൊടുക്കും. അത് കഴിഞ്ഞ് കണ്ണി കാണുന്ന ഓരോ സാധനങ്ങളും വേണം. ഒരിക്കലും അവർക്ക് നോ കിട്ടിയിട്ടില്ല. വീട്ടിൽ എനിക്ക് ബുദ്ധിമുട്ടാണ്, നമുക്ക് കഷ്ടപ്പെട്ടേ ജീവിക്കാൻ പറ്റുള്ളൂ, ഒരു ഫ്രസ്ട്രേഷൻ അവർ അനുഭവിച്ചിട്ടില്ല. കേരളത്തിൽ പ്രത്യേകിച്ചും എത്ര സോഷ്യോ എക്കണോമിക്കലി ലോ ഫാമിലി നിന്നാണേലും ആരും ബുദ്ധിമുട്ടുകൾ കുഞ്ഞുങ്ങളെ അറിയിക്കുന്നില്ല. അപ്പൊ എന്താവും, ഭാവിയിൽ അവർക്ക് ഒരു ഫ്രസ്ട്രേഷൻ ടോളറേറ്റ്, എന്തെങ്കിലും പ്രശ്നം വന്ന ഉടനെ അവരുടെ അടുത്ത പ്രതിവിധി സൂയിസൈഡാ. അപ്പൊ നമ്മൾ പ്രശ്നങ്ങൾ അറിഞ്ഞ് അതിനെ നേരിട്ട് ഇനിയും പ്രശ്നം വരും വേണ്ട എന്ന് പറയണം. അതായത് നമ്മുടെ ഈ സൂയിസൈഡ് എന്ന് പറഞ്ഞ ഒരു ഏറ്റവും ഒരു ഫോൾട്ടി കോപ്പിംഗ് സ്കില്ലാണ്. നമ്മളൊരു പ്രതിസന്ധിയോട് കോപ്പ് ചെയ്യുമല്ലോ പല രീതിയിൽ. അതിൽ ഏറ്റവും ഇമ്മച്ചുവർ ഒരു കോപ്പിംഗ് സ്കില്ലാണ് സൂയിസൈഡ്. ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുക, വീട്ടിൽ നിന്ന് ഒളിച്ചോടുക, അതിന് ഇക്വലന്റ് ആണ് സൂയിസൈഡ്. അപ്പൊ ആ ഒരു കോപ്പിങ്ങിനെ മാറ്റി ഒത്തിരി മച്ചുവർ കോപ്പിംഗ് സ്കിൽസ് ഉണ്ട്. നമുക്കൊരു പ്രതിസന്ധി എങ്ങനെ നേരിടാം, ഒരുപാട് പ്രതിവിധികളുണ്ട്, വീഴാത്ത ആരുമില്ലല്ലോ. അതെ. അപ്പൊ ആ ഒരു ഇമ്മച്ചുവർ കോപ്പിംഗ് നമ്മൾ ചെറുപ്പത്തിൽ തൊട്ടേ പ്രശ്നങ്ങളെ നേരിടാൻ മച്ചുവർ കോപ്പിംഗ് സ്കില്ലിൽ കൂടെ അതിനൊക്കെ ട്രെയിനിങ് എടുക്കാം. മാം മീ ടൈമിന്റെ കാര്യം പറഞ്ഞു. എല്ലാവർക്കും ഇപ്പം ലേഡീസ് ആണെങ്കിലും ആൻഡ് എസ്പെഷ്യലി ഞാൻ കണ്ടിരിക്കുന്നത് ഈ പെരിമെനോപോസൽ ആ ഏജിലൊക്കെ മാം ദേ ഹാവ് ലോട്ട്സ് ഓഫ് സ്ട്രെസ്. അപ്പം അവർക്ക് അവരുടേതായ ഒരു മീ ടൈം ഉണ്ടെങ്കിൽ മാം പറഞ്ഞ അനുസരിച്ച് സ്ട്രെസ് ബസ്റ്റർ ആയിട്ട് ആക്ട് ചെയ്യും. മാം ഈ ഖലീൽ ജിബ്രാൻ തന്നെ ആ പദ്യത്തിന്റെ ഏറ്റവും ലാസ്റ്റ് വരുന്നത്, നമ്മളൊരു ആർച്ചർ ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾ അതിന്റെ ആരോ ആയിരിക്കും, പക്ഷെ നമ്മൾ അതിന്റെ വില്ലാണ്. അപ്പൊ ഈ വില്ലിനെ സ്നേഹിക്കുക എന്ന് പറയുന്നത്, അപ്പം അതാണ് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക. മാം നേരത്തെ പറഞ്ഞ പോലെ ബി യുവർ ഓൺ ഡോക്ടർ അല്ലേ? മാം താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദി ഇൻഫർമേഷൻ യു ഹാവ് ഗിവൺ അസ്. ലൈക്ക് മാം സൈക്കാട്രി എന്ന് പറഞ്ഞാല് എസ്പെഷ്യലി കൊച്ചിലെ ഭയങ്കരമായ ഒരു തെറ്റായ ഒരു നോഷൻ ആയിരുന്നു. പക്ഷെ മാമിനെ കണ്ടതിന് ശേഷം സൈക്കാട്രി ആ കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ സബ്ജക്ട്സും ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ജസ്റ്റ് ടു പ്രിവെന്റ് മെന്റൽ ഡിസീസസ്, പക്ഷെ ഇറ്റ്സ് ഫോർ പോസിറ്റീവ് മെന്റൽ ഹെൽത്ത് എന്നുള്ള ഒരു പ്രൊമോട്ട് പോസിറ്റീവ് മെന്റൽ ഹെൽത്ത്, ബ്യൂട്ടിഫുൾ ആയിട്ട് ജീവിക്കാൻ അല്ലെ, മെന്റൽ അസുഖങ്ങളെക്കാൾ ഉപരി മെന്റൽ ഹെൽത്തിനെ കുറിച്ചാണ് നമുക്ക് പറയാൻ ഇഷ്ടം. ഓൾറൈറ്റ്, ഓക്കെ മാം. സോ മാമിന് വ്യൂവേഴ്സിനോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? എനിക്ക് തീർച്ചയായും പറയാനായിരിക്കുന്ന സൈക്യാട്രി അല്ലെങ്കിൽ മാനസികാരോഗ്യ വിഭാഗം എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു നാണക്കേട് അല്ലെങ്കിൽ സ്റ്റിഗ്മ. അതിനേക്കാൾ ഉപരി നമുക്ക് എന്തിനാ നാണക്കേടണ്ടേ? ബാക്കി ശാരീരിക അസുഖങ്ങൾക്ക് ഡോക്ടറെ സമീപിക്കുന്നത് പോലെ തന്നെ മനസ്സിന്റെ പ്രശ്നങ്ങൾക്ക് നമ്മളെയൊക്കെ സമീപിക്കാം. നമ്മൾ ഹെൽപ്പ് സീക്ക് ചെയ്യണം. ഹെൽപ്പ് സീക്ക് ചെയ്യുക എന്ന ഒരു സ്വഭാവത്തിൽ നമ്മൾ അഭിമാനം കൊള്ളുകയാണ് വേണ്ടത് തീർച്ചയായിട്ടും. അതുകൊണ്ട് മാനസികാരോഗ്യം അതുപോലെ നമുക്ക് മോഡിഫൈ ചെയ്യാം. നോർമലി എന്റെ സ്വഭാവം എനിക്ക് ഇച്ചിരി ബെറ്റർ ആക്കണമെങ്കിൽ അതിനും ടെക്നിക്സ് ഉണ്ട്. കോസ്മെറ്റിക് സൈക്കോളജി, കോസ്മെസിസ്, അതായത് നമ്മള് സ്വഭാവം ഒന്ന് പോളിഷ് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് നമ്മളെ മീൻസ് മെന്റൽ ഹെൽത്ത്, മാനസികാരോഗ്യ രംഗത്ത് ഈ മാനസികാരോഗ്യ ദിനമാണ് 10-ാം തീയതി ഇന്ന്. അപ്പൊ ഈ മാനസികാരോഗ്യ ദിനത്തില് മാനസികാരോഗ്യ രംഗത്തുള്ളവരെ സമീപിക്കുന്നതിന് ഒരു നാണക്കേടും വേണ്ട, അഭിമാനിക്കുകയാണ് വേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ഇമോഷണൽ ക്വസ്റ്റ്യൻ ഒക്കെ കുറച്ച് കുറവാണെങ്കിൽ മാമിന്റെ അടുക്കൽ വന്നാൽ മാം പോളിഷ് ചെയ്ത് തരും. പിന്നെ തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു.